welcome back to my channel. How are you guys? I hope everyone is doing great. So I am back with yet another video. ഭയങ്കര റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഡെർമാ റോളറിന്റെ റിസൾട്ട്സും അതുപോലെ തന്നെ ഡെർമാ റോളർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഐ ഹാവ് ബീൻ റിസീവിങ് സോ മെനി കമന്റ്സ് ഫ്രം ഓൾ ദ വ്യൂവേഴ്സ്. ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് വ്യൂവേഴ്സിൻ്റെ ഉണ്ടായിരുന്നു. സോ ഒരുപാട് സംശയങ്ങളും എല്ലാവർക്കും ഉണ്ട് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് there is not much information in Malayalam when I did the video. So many queries were there. So in this video I'm going to share with you what I know about derma roller. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. Question is by Abhijit Purushan. Abhijit has already sent me a message in Insta-യിൽ മെസ്സേജ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. സിറം ഓപ്ഷണൽ ആണോ, എൻ്റെ ഓയിലി സ്കിൻ ആണ്, ഒരു മുഖത്ത് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സിറം ഓപ്ഷണൽ അല്ല, സിറം അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ആൻഡ് ഓൾസോ യു ക്യാൻ യൂസ് അലോവേറ യൂസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത്, കുങ്കുമാതി തൈലമോ എന്താണ് ഇഷ്ടമുള്ളത് അത് യൂസ് ചെയ്യാം. ഇത് ഡെർമാ റോളർ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒന്നും യൂസ് ചെയ്യാതിരിക്കരുത്, അത്രയും മാത്രമേ ഉള്ളൂ. ആൻഡ് അഭിജിത്ത് ഹാസ് ഓൾസോ ആസ്ഡ്, അവൻ്റെ ഓയിലി സ്കിന്നാണ് ആൻഡ് എൻ്റെ ഓയിലി സ്കിന്നായിരുന്നു. സോ കുരുമുഖത്തുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നമുക്കറിയാം, ഒരു കുരു മുഖത്തുള്ളപ്പോൾ നമ്മൾ തൊടുവാണെങ്കിൽ തന്നെ അത് കുരു വലുതാവും. അതാണ് കുരുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രത്തോളം തൊടുന്നോ അത് വലുതായിക്കൊണ്ടിരിക്കും. സോ ഒരു ഡെർമാ റോളർ യൂസ് ചെയ്തിട്ട് ഒരു കുരു ഉള്ളതിൻ്റെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ കുരു വരാൻ സാധ്യത, നമുക്കറിയാലോ മുഖത്ത് തടിപ്പ് വരുമ്പോൾ ചിലർക്ക് കുരു അങ്ങനെ വരും. എനിക്ക് തടിപ്പുള്ളപ്പോൾ എനിക്കറിയാം അവിടെ കുരു വരാനാണ്, കുരു വന്ന് പൊട്ടും. സോ അതിൻ്റെ മുകളിലൂടെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുരുവിനെ വേഴ്സൺ ചെയ്തേ ഉള്ളൂ, അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യത്തേ ഉള്ളൂ. സോ കുരു ഉണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് തൊടാനേ പോകരുത്. കാരണം കുരുവൊക്കെ ചിലപ്പോൾ പഴുത്ത് നിൽക്കുന്ന കുരുവിൻ്റെ മണ്ടയ്ക്ക് ഇതൊന്ന് ഞെക്കിയാൽ അത് അതിനകത്തും ആവും. പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ കുറേ സാനിറ്റൈസ് ചെയ്താലേ പറ്റൂ. കാരണം നമുക്കറിയാലോ ആ കുരുവിൻ്റെ പസ് എവിടെയൊക്കെ വീഴുന്നു അവിടെ എല്ലാം കുരു വരാൻ ചാൻസ് ഉണ്ട്. സോ ഡോണ്ട് യൂസ് ഇറ്റ് ഓവർ. കുരുവിൻ്റെ മണ്ടയ്ക്ക് യൂസ് ചെയ്യരുത്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുരു ഉള്ളിടത്ത് യൂസ് ചെയ്യാനേ പോകണ്ട. അതിൻ്റെ കുരുവെല്ലാം പോയി അതിൻ്റെ പാടുകളുണ്ട്. ഇപ്പോൾ യു ക്യാൻ സീ, എൻ്റെ ഇവിടെ കുറേ പാടുകളുണ്ട്. ഞാൻ ഡെർമോളർ യൂസ് ചെയ്തില്ല, കുറേ നാളായി യൂസ് ചെയ്തിട്ട്. ഇവിടുത്തെ പാടെല്ലാം മാറ്റാൻ എനിക്ക് ഡെർമോളർ യൂസ് ചെയ്യാം. എനിക്ക് ആ മുഖത്ത് കുഴികളുണ്ടെങ്കിൽ അത് മാറ്റാനും യൂസ് ചെയ്യാം. പക്ഷെങ്കിൽ നെവർ യൂസ് ഇറ്റ് ഓൺ പിമ്പിൾസ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബൈ ABC പിന്നെ ചോദിച്ചിട്ടാണ്, എല്ലാം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് മാത്രം മതിയോ, സ്പിരിറ്റ് ഉപയോഗിക്കണ്ടേ? ഞാനത് ഓൾറെഡി ആൻസർ കൊടുത്തു. സ്പിരിറ്റ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇൻ കേസ് യു ഡു നോട്ട് ഹാവ് സ്പിരിറ്റ്, യൂസ് സം ഹോട്ട് വാട്ടർ. ദെൻ സിറം ലിങ്ക് ഇടുമോ, സിറം നെയിം പ്ലേസ് പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ദെൻ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് ആക്നെ മാറുമോ, ദാറ്റ് ഇസ് ദ മെയിൻ ക്വസ്റ്റ്യൻ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് തീർച്ചയായിട്ടും മാറും. പക്ഷെങ്കിൽ വെയിറ്റ് ചെയ്യുക, 1 മന്ത് വെയിറ്റ് ചെയ്യുക. 1 വീക്ക് ഒരു തവണ യൂസ് ചെയ്യുക, 4 വീക്ക് യൂസ് ചെയ്യുക. അതായത് 4 വീക്ക് എന്ന് പറയുമ്പോൾ 1 മാസം, 1 മാസത്തോളം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഓരോ സ്കിന്നും വലിഞ്ഞ് ആ ഒരു ഇത് യൂസ് ചെയ്തതിന് കഴിച്ചാൽ നല്ല മാറ്റം ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ആ പാടുകളെല്ലാം അങ്ങ് ഫെയ്ഡ് ആവും. പക്ഷെങ്കിൽ ദ മെയിൻ തിങ് ഈസ് ദാറ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സീറം യൂസ് ചെയ്ത് സീറം ഫൈൻഡ് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്യുക. ഈ മിസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഡെർമാ റോളർ ക്ലീൻ ചെയ്യാൻ ഡെറ്റോൾ യൂസ് ചെയ്യാമോ? നെവർ യൂസ് ഡെറ്റോൾ യൂസ് ചെയ്യാൻ പാടുകയില്ല. ഇഫ് യു ഡോ നോട്ട് ഹാവ് റബ്ബിംഗ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഇല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ മതി, ഡെറ്റോൾ ഒന്നും യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബൈ DWOZ. ഡെർമാ റോളർ യൂസ് ചെയ്ത് അലോവേറ യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓൾറെഡി പറഞ്ഞു, അലോവേറ അല്ല, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ മുഖത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫേവറബിൾ ആയിട്ട് റിസൾട്ട്സ് തരുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെർമാ റോളറിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈസ് MT. സെറം വൈറ്റമിൻ C എന്തായാലും മതിയോ? ഏതായാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഡെർമാ റോളറിലൂടെ യൂസ് ചെയ്യാം. നൂബിസ് കുറേ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അലോവേറ ജെൽ യൂസ് ചെയ്താൽ മതിയോ? ഞാൻ പറഞ്ഞു, മതി. അലോവേറ നിങ്ങളുടെ മുഖത്ത് ചേരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അലോവേറ യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്യുന്നതിന് മുമ്പ് അലോവേറ ട്രൈ ചെയ്ത് നോക്കുക. ഡെർമാ റോളറിന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് അലോവേറ ട്രൈ ചെയ്ത് നിങ്ങളുടെ മുഖത്ത് ഒരു റിയാക്ഷനും അലർജീസും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക, ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ. അതിനുശേഷം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സെക്കൻഡ് ഈസ്, പിന്നെ പിമ്പിൾ വന്നിട്ട് പൊട്ടിയ പാടുണ്ടെങ്കിൽ പോകും, ഡെഫിനറ്റ്ലി പോകും. ബിഫോർ ആൻഡ് ആഫ്റ്റർ അലോവേറ ജെൽ തന്നെ യൂസ് ചെയ്താൽ മതിയോ? ബിഫോർ യൂസ് ചെയ്യേണ്ട, അതായത് ഡെർമാ റോളർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും ചെയ്യേണ്ട, ക്ലീൻ ഫേസ് ആയിരിക്കണം. ആഫ്റ്റർ യു ക്യാൻ യൂസ് അലോവേറ. എന്തേലും മസ്റ്റായിട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക,
ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് 3-4 തവണ റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം, അതായത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം 1 തവണ 2 തവണ ചെയ്താൽ പോരാ, ജസ്റ്റ് നല്ലതായിട്ട് ഒരുപാട് പെയിൻ സഹിച്ചുകൊണ്ടിരിക്കേണ്ട, ഒരുപാട് പെയിൻ വരികയും വേണ്ട. പക്ഷെങ്കിൽ നമുക്കറിയാമല്ലോ ദർ ഇസ് എ ടൈം നമുക്കൊരു പെയിൻ വരും, നല്ല രീതിയിൽ പെയിൻ വരും, നമ്മളുടെ മുഖമൊക്കെ ചുമക്കാൻ തുടങ്ങും. അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് സീറം അല്ലെങ്കിൽ അലോവേറ ജെൽ എന്താണെങ്കിലും നമുക്കത് മോയ്സ്ചറൈസ് ചെയ്യുക. നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് കഴിഞ്ഞ ശേഷം ഒരുപാട് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് പോകരുത്, ഉടനെ പോകരുത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്ത് പോകാവൂ. ഒരുപാട് ചുമപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഐസൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമേ വെളിയിൽ പോകാൻ പാടുള്ളൂ. ഇത്രയാണ് മേജറായിട്ട് ഉള്ള കാര്യം. പിന്നെ ഒരിക്കൽ യൂസ് ചെയ്ത് ഡെർമാ റോളർ വാഷ് ചെയ്ത് ഉണങ്ങി നല്ല പെർഫെക്റ്റ് ആണെന്ന് നോക്കാതെ പിന്നീട് ഒരു ദിവസം എടുത്ത് ഉപയോഗിക്കരുത്, ബിക്കോസ് അത് കൂടുതൽ ഡാമേജ് ആവും. ആൻഡ് രാഖിയാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഡിയർ നൈറ്റിൽ ഡെർമാ റോളർ പ്ലസ് സീറം യൂസ് ചെയ്ത് നെക്സ്റ്റ് ഡേ മുതൽ ഫേസ് വാഷ് കൊണ്ട് മുഖം കഴുകാമോ, എൻ്റെ ഓയിലി സ്കിൻ ആണോ? അത് ഒരു ചെറിയ ഡൗട്ട് എനിക്ക് പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് കെമിക്കൽസും ഒക്കെ ഉള്ളതായിരിക്കും ഈ ഫേസ് വാഷ്. അപ്പോൾ ആ കെമിക്കൽസ് ഒക്കെ നമ്മളുടെ ഓപ്പൺ ആയിട്ടുള്ള സ്കിന്ന്, ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് കഴിഞ്ഞ് ആ ഒരു നെക്സ്റ്റ് ഡേ കഴിഞ്ഞാലേ ഈ സ്കിന്നിൻ്റെ ആ ഒരു ഓപ്പൺനെസ് മാറത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. സോ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കെമിക്കൽസോ അതിൻ്റെ റിയാക്ഷനോ നിങ്ങൾക്ക് പിടിക്കത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു അലർജി കോസിങ് ആയിട്ടുള്ള കാര്യമുണ്ട്. സോ ഫേസ് വാഷ് നെക്സ്റ്റ് ഡേ ചെയ്യേണ്ടതാണ് എൻ്റെ താല്പര്യം. പക്ഷേ ഭയങ്കര ഓയിലി ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫേസ് വാഷ് യൂസ് ചെയ്തേ പറ്റത്തുള്ളെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് നല്ല ക്ലീൻ ആയിരിക്കണം, നല്ല ക്ലീൻ ടവൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഫേസ് മൊത്തം ഒന്ന് ഒപ്പി കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ഒരു ഓയിലിനെസ് അങ്ങ് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പേഴ്സണൽ ഒപ്പീനിയൻ യൂസ് ചെയ്യേണ്ടതാണ് രാഖി. ആൻഡ് നെക്സ്റ്റ് ഈസ് ബൈ ജോർജ് MD. ചേച്ചി ടീനേജേഴ്സിന് യൂസ് ചെയ്യാമോ? തീർച്ചയായിട്ടും ടീനേജേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം ടീനേജേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പിമ്പിൾസിൻ്റെ പ്രശ്നം വരുന്നത്. ടീനേജ് ഏജിലാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ടീനേജേഴ്സിന് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് ഇല്ല, തീരെ കൊച്ചു കുട്ടികൾ ചെയ്യാതിരുന്നാൽ മതി. 15 മുതൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്, 15 വയസ്സ് മുതൽ 15. ഞാൻ 6 മാസം 0.5 mm നീഡിൽ ഉപയോഗിച്ചു. ലൈഫ് മിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചിക്കൻ പോക്സ് സ്കാറിന് 1 mm നീഡിൽ ഉപയോഗിക്കാമോ ഇനി എന്ന്. ഡെഫിനറ്റ്ലി MM-ൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 0.5 ഏറ്റവും കുഞ്ഞ് MM ആണ്. അതിൻ്റെ 1 mm എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് കൂടും. സോ അതിന് നമ്മളുടെ മുഖത്തുണ്ടാക്കുന്ന പോസും കൂടും. സോ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. 0.5 mm ആകുമ്പോൾ സേഫ് ആണ്, കുഴപ്പമില്ല. ഈ നീഡിൽസിൻ്റെ ഇത് കൂടുന്തോറും നമ്മളുടെ സ്കിന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. 0.5 mm തന്നെ ചിക്കൻ പോസിൻ്റെ ആ ഒരു പോസിൽ ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഏഞ്ചൽ മറിയ, ചേച്ചി എനിക്ക് ഫേസിൽ ഹെയർ ഉണ്ട്, അപ്പോൾ ഇത് യൂസ് ചെയ്താൽ അത് കൂടുമോ? ഇതൊരു കോമൺ ഡൗട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ സ്കാൽപ്പിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മുഖത്ത് ഈ ഒരു ഹെയർ കൂടുമോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. സോ നമ്മളുടെ ഫേസിൽ മിക്കവാറും ഡെർമാ റോളർ യൂസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ്. ഇവിടെയൊക്കെ കുരു ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മുടെ ഫേഷ്യൽ ഹെയർ വരുന്നത് ഈ ഭാഗത്താണ് കൂടുതലായിട്ട് ഹെയർ വരുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെയാണ് വരിക, എല്ലാവർക്കും എല്ലാ ലേഡീസിനും അതുപോലെ. അപ്പം നമ്മൾ ഒരിക്കലും ചിലപ്പോൾ പിമ്പിൾസ് ഒക്കെ ഇവിടെ കാണും, പക്ഷേ കൂടുതൽ കുരുക്കൾ ഇവിടെയാണ് വരിക. അപ്പം അവിടെ നമ്മൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ സ്കിൻ ഗ്രോത്ത് ഒരിക്കലും കൂടത്തില്ല. കാരണം അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്രമാത്രം ഹെയർ ഗ്രോത്ത് ആണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു കാര്യം അവിടെ അലൗഡ് ആയിട്ടുണ്ട്. സോ അവിടത്തേന് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്താലേ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെയൊക്കെ മീശയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു സ്കിൻ ഗ്രോത്ത് കൂടുതൽ വന്നിട്ടില്ല. ത്രെഡൊക്കെ ചെയ്യുന്നവർക്ക് മേ ബി അവിടെ സ്കിൻ ഗ്രോത്ത് കൂടാൻ ചാൻസ് ഉണ്ടാവാം. സോ ഡെഫിനറ്റ്ലി അതൊന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക എന്നായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ. ഡെർമാ റോളർ ഇവിടെ യൂസ് ചെയ്യും. ഇവിടെ ഫോർഹെഡിലും അധികം ത്രെഡ് ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ അധികം അവിടെ പ്രശ്നങ്ങൾ വരില്ല. ചേച്ചി നമുക്ക് സെറമിന് പകരം വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഉപയോഗിക്കാമോ? ഗൗരി പ്രവീണാണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഉപയോഗിക്കാം. വിറ്റാമിൻ ഇ നമ്മളുടെ സ്കിന്നിന് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ബട്ട് ഓയിലി സ്കിന്നുകാർക്കല്ല, ഡ്രൈ സ്കിന്നുകാർക്കാണ്. സോ ഓയിലി സ്കിന്നുകാരോട് എനിക്ക് അറിയില്ല അത് എന്താ ഉപയോഗിക്കേണ്ടതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരുപാട് ഉപയോഗിച്ച് ഡെർമാ റോളർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗിച്ച് കേടുവരുമോയെന്ന് എനിക്ക് അറിയത്തുമില്ല. വൈറ്റമിൻ ഈസ് വെരി നല്ലതാണെങ്കിൽ പോലും ഓയിലിയാണ്, ഭയങ്കര ഓയിലല്ലേ അത് വരിക. അപ്പം കോക്കനട്ട് ഓയിൽ പോലെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇഫ് യുവർ സ്കിൻ ഈസ് suited for that, you can definitely use it. The next question is Ruxana Nausha. അത് മുഖത്ത് ഹെയർ വളരുമോ? അതോടെ ഞാൻ പറഞ്ഞല്ലോ, അത് ഡിപ്പെൻസ് ഓൺ സെവറൽ പീപ്പിൾ. നെക്സ്റ്റ് ഈസ് ചേച്ചി ഇതിൽ വീട്ടിൽ യൂസ് ചെയ്യണ സേഫ് ആണോ? ജിഷാന അഹമ്മദ്. വീട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് നമ്മളുടെ
ഡെർമാ റോളർ എന്ന് പറഞ്ഞാൽ. കാരണം പാർലറിൽ പോയിട്ട് ഡെർമാ റോളർ, ഐ ഡോണ്ട് തിങ്ക് ഡെർമാ റോളറിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ കാണുമായിരിക്കും. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വീട്ടിൽ നമുക്ക് എപ്പോഴും ആക്നെ മാറ്റാൻ, ഇപ്പൊ നമ്മൾ വെളിയിൽ പോയിട്ട് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ലേസറൊക്കെ ചെയ്യാറുണ്ട് ആക്നെ മാറ്റാൻ. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പേടിയായതുകൊണ്ടാണ് ഞാൻ ഈ ഡെർമാ റോളർ വാങ്ങിച്ചത്. സോ ഡെർമാ റോളർ വീട്ടിൽ തന്നെ യൂസ് ചെയ്യണം, അതാണ് ഏറ്റവും സേഫ്, ഏറ്റവും ബെസ്റ്റും അത് തന്നെയാണ് നിങ്ങൾക്ക് ആക്നെ മാറ്റണമെങ്കിൽ. ജിഷാന. ദെൻ അശ്വനിയാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി ഇത് ചെയ്ത ശേഷം എത്ര ദിവസം കഴിഞ്ഞ് വെയിൽ കൊള്ളാം, പ്ലീസ് റിപ്ലൈ. സോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വൺ ഡേ യു ക്യാൻ ഗീവ്. രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ പോയി വെയിൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിലും പൊല്യൂഷനും ആ ഒരു പൊടിയും മണലും ഒന്നും കൊള്ളാൻ പാടില്ല. കാരണം ഒരു ഡേ ഒക്കെ പ്രിക്കോഷനായിട്ട് ഇരുന്നാൽ കുഴപ്പമില്ല. കാരണം ഓൾറെഡി പിമ്പിൾസ് മാറാൻ വേണ്ടിയാണ്, പിന്നെയും പിമ്പിൾസ് കൂടാൻ വേണ്ടി ഈ പോസ് ഒക്കെ അടഞ്ഞ് ക്ലോഗ്ഡ് ആക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അശ്വനി. സുബാനുള്ള ചോദിച്ചിട്ടുള്ളത്, മോൾ ഉപയോഗിച്ച ഡെർമാ റോളർ വാങ്ങാൻ അതിന്റെ ലിങ്ക്. സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് കൈൻഡ്ലി ചെക്ക്. ദെൻ മുഖത്തെ കരുവാളിപ്പ് ഉള്ള ഭാഗത്ത് ചെയ്യാമോ? മുസ്തഫ നിതലാണ്. കരുവാളിപ്പുള്ള ഭാഗം, കരുവാളിപ്പ് എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ ആയിരിക്കുമല്ലോ അല്ലെ, പിഗ്മെന്റേഷനിലുള്ള ഭാഗത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ചേച്ചി റോളർ ഒരെണ്ണം തന്നെ ഫേസിലും സ്കാൽപ്പിലും ഉപയോഗിക്കാമോ? സ്കാൽപ്പിൽ ചെയ്ത ശേഷം ഏതെങ്കിലും അപ്ലൈ ചെയ്യണോ? പ്ലീസ് റിപ്ലൈ. സോ ആദ്യത്തെ പാർട്ട് ഞാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി നോ, ഡോണ്ട് യൂസ് ദ സെയിം ഡെർമാ റോളർ ഫോർ യുവർ സ്കിൻ ആൻഡ് ഫേസ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിൽ ചെയ്ത ശേഷം എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. യെസ്, സ്കാൽപ്പിലും അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് പറട്ടാം. ഈവൻ കോക്കനട്ട് ഓയിൽ, അമ്മ വീട്ടിൽ കാഴ്ച വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ പോലും നല്ല ഹെയർ ഗ്രോത്ത് റിസൾട്ട്സ് ഉണ്ടാവും. അവിടെ നമുക്ക് ഇത് സെയിം ആണ്, നമ്മളുടെ സ്കിൻ ആണല്ലോ, അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും പോസ് ഒക്കെ. അവിടെ നിങ്ങൾക്ക് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് റിസൾട്ട്സ് ആണ്. പ്ലസ് സ്റ്റീമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉഗ്രനായിരിക്കും. പക്ഷേങ്കിൽ നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ഹെയറിന്റെ കാര്യമാണ്. സ്റ്റീമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ്, പക്ഷെ ഡെർമാ റോളർ ആകുമ്പോഴത്തേക്ക് അവിടെ കൂടുതൽ മുടി പോകാതുള്ളൊരു കാര്യമാണ് ശ്രദ്ധിച്ചോണം. നല്ല ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഈവൻ ഫേസിലായാലും നിങ്ങളുടെ സ്കിന്നിലായാലും ഏറ്റവും കൂടുതൽ ഡെർമാ റോളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ചുമ്മാ യൂസ് ചെയ്യുന്ന പോലല്ല, നമ്മൾ നീഡിലിട്ട് പിടിച്ച് അത് ഓൾറെഡി പോസ് ഓപ്പൺ ആകുമ്പോൾ അതിനകത്തോട്ട് നല്ലൊരു പ്രൊഡക്റ്റ് പോയാലേ ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവുള്ളൂ. ഷഹീന വേൾഡ് ചോദിച്ചിരിക്കുന്നത്, ബ്ലഡ് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്ലഡ് വരുന്ന വരെ ഇട്ട് പിടിക്കരുത്, ഒരു ചുവക്കുന്ന വരെയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാം ഏകദേശം. ബ്ലഡ് ഒക്കെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പം തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് പോകണം. ഹാംഫുൾ ആയിട്ട് ഇങ്ങനെ ഇട്ട് ചെയ്യരുത്, ഹാംലെസ് ആയിട്ട് പെരുക്കം മാത്രം ചെയ്യുക. പിന്നെ ഏത് സിറം യൂസ് ചെയ്യുക, ഞാനത് പറഞ്ഞു, പല സിറംസ് ഉണ്ട്. സോ നെക്സ്റ്റ് വൺ അശ്വനിയാണ്. അശ്വനി പിന്നെയും ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ മുറിവ് ഉണ്ടാകില്ലേ, അപ്പോൾ പാട് വരില്ലേ? അങ്ങനെയൊന്നും മുറിവ് വരാറില്ല അശ്വനി. ഒരുപാട് റിഗ്രസ് ആയിട്ട് ചെയ്താൽ മാത്രമേ പാട് വരുള്ളൂ. എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ചുമക്കാറുണ്ട്, ഒരു വേദനയുണ്ട്. അത് മാറിക്കാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ചുമപ്പൊക്കെ അങ്ങ് പോകും. എനിക്ക് 18 വയസ്സാണ്, യൂസ് ചെയ്യാമോ? ഡെഫിനറ്റ്ലി 18 വയസ്സാർക്ക് യൂസ് ചെയ്യാം. നെക്ക് പിഗ്മെന്റേഷൻ യൂസ് ചെയ്യാമോ? യെസ്. സിറമിന് പകരം വിറ്റമിൻ ഇ ക്യാപ്സൂൾ യൂസ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി യെസ്. ദെൻ ക്രിസ്റ്റീന, ചേച്ചി പോസ് പ്ലസ് റിംഗിൾസ് പെർമനന്റ്ലി മാറുമോ? പ്ലീസ് റിപ്ലൈ. എനിക്ക് എൻ്റെ അറിവിൽ വെച്ചിട്ട് പോസും റിംഗിൾസും പെർമനന്റ്ലി മാറും. റിംഗിൾസും ഒരു കാര്യമാണ് മാറ്റാൻ വേണ്ടി, റിംഗിൾസും വളരെ റിംഗിൾസിന്റെ കൂടെ റിംഗിൾ ആന്റി ഏജിങ് ക്രീം കൂടെ യൂസ് ചെയ്താൽ ബെസ്റ്റ് ആണ്. ദെൻ അശ്വതി NK, ചേച്ചി ഡെർമാ റോളർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യേണ്ടത് ഹോട്ട് വാട്ടർ ഓർ കോൾഡ് വാട്ടർ? ഡെഫിനറ്റ്ലി ഹോട്ട് വാട്ടർ. ബിക്കോസ് അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ജേംസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ഭയങ്കര തിളച്ചവെള്ളത്തിൽ മുക്കാനല്ല, ഏകദേശം ഒരു 90 അല്ലെങ്കിൽ ഒരു 75% ഹോട്ട് വാട്ടറിൽ മുക്കിയാൽ മതി. ലൂക്വാം വാട്ടർ അല്ല, കുറച്ച് ചൂട് വേണം. അഫ്കോഴ്സ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഇല്ലെങ്കിൽ എൽസ് ഇറ്റ്സ് ഫൈൻ, വാം വാട്ടർ മാത്രം മതി. ഒരു 50% ചൂടുവെള്ളത്തിൽ നിങ്ങൾ കഴിയാൻ മതി. നെക്സ്റ്റ് ഈസ് യസ്മി, ഇൻസ്റ്റെഡ് ഓഫ് സീറം ക്യാൻ വി യൂസ് അലോവേറ? പ്ലീസ് റിപ്ലൈ അസാബ് ചേച്ചി. യെസ്, യു ക്യാൻ യൂസ് അലോവേറ ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. നമ്മളുടെ സിറത്തിന് പകരം യൂസ് ചെയ്യാം. ആൻഡ് ശില്പ ഷൈനി പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഇടാം. So that's the end of the answer session. This is the end of the answer session. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആൻസർ Q&A ചെയ്യുന്നത് കേട്ടോ. And it is very tough. Yeah, so that is the end of my video. So I hope കുറേ പേർക്ക് ഇതുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. I hope you guys like this video. If you like this video, please share, comment and subscribe to my channel. സോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസോ എന്തെങ്കിലും റിവ്യൂ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനാണ്. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. So thank you so much for watching my video. Spread love, spread positivity. Bye. See you next week with another video. Bye.